കൽപ്പാത്തി ഗ്രാമം തലമുറകളുടെ കഥകൾ വഹിച്ചുകൊണ്ട് ശാന്തമായി ഒഴുകുന്ന ഒരു നിർമ്മലമായ നദി. ഒരു കാലത്ത് മഹത്വത്തിലും പദവിയിലും ജീവിച്ചിരുന്ന ഒരു നാഗരികതയുടെ നിരവധി കഥകൾ പറയുന്ന ഒരു വിചിത്രമായ ചെറിയ ഗ്രാമം. നിള നദിയുടെ തീരത്തുള്ള പൈതൃക ഗ്രാമമായ കൽപ്പാത്തി ചരിത്രം ശാന്തമായി ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. സാംസ്കാരിക മികവിൻ്റെയും പൈതൃകത്തിൻ്റെയും പ്രതീകമായ കൽപ്പാത്തിയെ കേരളത്തിലെ ആദ്യത്തെ പൈതൃക ഗ്രാമമായി പ്രഖ്യാപിച്ചു. കേരളത്തിലെ തമിഴ് ബ്രാഹ്മണ സമൂഹങ്ങളുടെ ആദ്യകാല വാസസ്ഥലങ്ങളിലൊന്നായ കൽപ്പാത്തി സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക ഘടന രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. കൽപ്പാത്തിയിലെ തെരുവുകൾ സാധാരണയായി വേദമന്ത്രങ്ങളുടെയും സ്തുതിഗീതങ്ങളുടെയും മന്ത്രങ്ങൾ കേട്ടുണരുന്നു. ഇവ ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹങ്ങളുടെ ജീവിതശൈലിയുടെ അടിസ്ഥാനമാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ കൽപ്പാത്തിയെക്കുറിച്ച് ശ്രദ്ധേയമായത് അതിൻ്റെ കെട്ടിടങ്ങളുടെ സവിശേഷമായ വാസ്തുവിദ്യാ ശൈലിയാണ്. ഓരോ വീടും അടുത്ത വീടിനോട് ചേർന്ന് ചുവരുകൾ പങ്കിടുകയും ഒരു രേഖീയ പാറ്റേൺ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നിര വീടുകൾ അഗ്രഹാരങ്ങൾ എന്നറിയപ്പെടുന്നു. പ്രധാനമായും ക്ഷേത്രങ്ങളെയും ആരാധനയെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു ജീവിത രീതിയെ സേവിക്കുന്നതിനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കൽപ്പാത്തി ഗ്രാമത്തിൽ പ്രധാനമായും 4 അഗ്രഹാരങ്ങൾ ഉൾപ്പെടുന്നു: ചാത്തപുരം, ഗോവിന്ദരാജപുരം, പഴയ കൽപ്പാത്തി, പുതിയ കൽപ്പാത്തി. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഉത്സവങ്ങളിലൊന്നാണ് വാർഷിക കൽപ്പാത്തി രഥോത്സവം.